പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പുഴുക്കാണ്. കപ്പയും ചേമ്പ് വിട്ട് നല്ലൊരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉണക്കമീൻ വറുത്തതും അതുപോലെ തന്നെ നല്ല ഉണ്ട മുളകിട്ട് നല്ല ഒരു ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കപ്പയൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അടുത്തത് ചേമ്പാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചട്നിയാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 10-12 ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കൊച്ചുള്ളിയും 10-12 എടുത്തിട്ടുണ്ട്. ശകലം പുളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 2 പ്രാവശ്യം മിക്സിയിൽ അത് പൾസ് ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കണ്ടോ? അടുത്തതായി എടുത്തിരിക്കുന്ന ഉണക്കമീനാണ്. അത് 3 ടൈപ്പ് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ്റെ മസാലക്കൂട്ടത്തെ പറ്റിയാണ് പറയുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, 3-4 കൊച്ചുള്ളി, 3-4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് നല്ലതായിട്ടിത് ക്രഷ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം. അന്നേരം നല്ല ടേസ്റ്റി ആയിരിക്കും. അതിൽ ഈ മസാലകളെല്ലാം പിടിക്കും. അടുത്തതായിട്ട് ചൂടായ പാനിലേക്ക് 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉണക്കമീൻ ഇതുപോലെ പറക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ആദ്യം നമ്മളൊന്ന് വേവിക്കണം. 1-2 മിനിറ്റ് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് ഇതുപോലെ വറുത്തെടുക്കണം. കണ്ടോ? നല്ല ടേസ്റ്റിയാണ്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. മസാല നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ഉണക്കമീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ? നല്ല മസാലയും ഉണക്കമീനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല രുചിയാണ്. പുഴുക്കൊക്കെ റെഡിയായിട്ടുണ്ട്. കണ്ടോ? നല്ല ചൂട് പറക്കുന്ന ചേമ്പും കപ്പയും എല്ലാം കണ്ടോ? വീക്കെൻഡ് ആകുമ്പോൾ ഇതുപോലെ പുഴുക്കും നല്ലൊരു മുളക് ചട്നിയും ഉണക്കമീനും ഒക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര സന്തോഷം പകരുന്നതാണ്. കണ്ടോ? പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും.